നമ്മൾ ഇനി അടുത്ത വാർത്തയിലേക്ക് പോകുമ്പോൾ പ്രദീപുള്ള തുടക്കത്തിൽ പറഞ്ഞതുപോലെ ചില നാടകങ്ങളൊക്കെ ഈ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തകൃതിയായി അരങ്ങേറുന്നുണ്ട് അല്ലേ? അതിൽ സാമൂഹ്യ ക്ഷേമ പദ്ധതികളൊക്കെ പ്രഖ്യാപിക്കുക സ്വാഭാവികമാണ്, അതിനെ ആരും കുറ്റം പറയുന്നില്ല. പക്ഷേ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്ത് വരാൻ, നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരല്പം മാസങ്ങൾക്കപ്പുറം വന്നു നിൽക്കുമ്പോൾ പെട്ടെന്ന് സേവനത്വര ഉണർന്നിരിക്കുകയാണ് പലരും. എന്ന് മാത്രമല്ല, 4 വർഷം മുൻപ് വിഭാവനം ചെയ്ത ഒരു പദ്ധതി ഇതാ ഞങ്ങൾ നടപ്പിലാക്കി കഴിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പ്രഖ്യാപനത്തിലേക്ക് ഇന്ന് കടക്കുകയാണ് കേരളം. നടപ്പാക്കാനുള്ള സമയം പോലും ബാക്കിയില്ല ഈ സർക്കാരിന്. അതെ, പലരും ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഇത്ര പെട്ടെന്നാണ് ഇത്തരം കാര്യങ്ങൾ നടപ്പാക്കുന്നതെങ്കിൽ മറ്റു കാര്യങ്ങൾ കൂടി അതേ വേഗതയിൽ എന്തുകൊണ്ട് നടപ്പിലാക്കുന്നില്ല എന്നുള്ളത്. രാപ്പകൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശമാർ, നമ്മുടെ വീട് കയറി ഇറങ്ങി സേവനം നടത്തുന്ന ആശമാർ കിടന്നിട്ട് കണ്ടില്ല, പുച്ഛിച്ചു, അപമാനിച്ചു. എന്തായാലും ഇപ്പോൾ സംസ്ഥാനത്തെ അതിദാരിദ്ര്യമുക്തമായി പ്രഖ്യാപിക്കാൻ സംസ്ഥാന സർക്കാർ ഒരുങ്ങുകയാണ്. തലസ്ഥാനത്ത് വൈകിട്ട് നടക്കുന്ന പൊതുസമ്മേളനത്തിലാണ് ഈ പ്രഖ്യാപനം ഉണ്ടാകുക. ശരിയായ രേഖകളില്ലാതെയുള്ള പ്രഖ്യാപനത്തിനെതിരെ ഇടത് സാംസ്കാരിക നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ കഴിഞ്ഞ ദിവസം തന്നെ രംഗത്തെത്തിയ കാഴ്ചയും നമ്മൾ കണ്ടതാണ്. ഒറ്റ രാത്രി കൊണ്ട് കേരളത്തെ അതിദാരിദ്ര്യത്തിൽ നിന്ന് മുക്തമാക്കാൻ കഴിയില്ലെന്ന് സാമ്പത്തിക വിദഗ്ധ മേരി ജോർജും പറയുകയുണ്ടായി ജനം ടിവിയോട്. പ്രഖ്യാപനം തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചെന്നും അവർ വിമർശിച്ചു. ആ വരുന്ന ഗവൺമെൻറ് ഏത് തന്നെയാണെങ്കിലും ഇപ്പോഴത്തെ ധനപ്രതിസന്ധി, കേരളം അഭിമുഖീകരിക്കുന്ന ധനപ്രതിസന്ധിയുടെ ആഴം കാണുമ്പോൾ നമുക്കറിയാം ഒരു ഗവൺമെൻറ്റിനും കേരളത്തെ ഉടനെ എങ്ങും കരകയറ്റാൻ പറ്റില്ല. ഒരു രാത്രി കൊണ്ട് അതിദരിദ്രരെ ഇമ്പ്രൂവ് ചെയ്യാൻ എങ്ങനെ കഴിയും? എന്താണ് ഈ സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തി ഉണ്ടാവുക? അതായത് മാന്യമായ ജീവിതം എന്ന് പറയുന്നത് ഒരു രാത്രി കൊണ്ട് ഒരു ഗവൺമെൻറ്റിന് കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ലെന്ന് ഏത് പമ്പര വിഡ്ഢിക്കും മനസ്സിലാകും. ഈ പ്രഖ്യാപനം നടത്തുന്ന മുഖ്യമന്ത്രിയും അദ്ദേഹത്തിനെ ഉപദേശിക്കുന്ന ഉപദേശകരും ചുറ്റുമിരിക്കുന്ന ഉദ്യോഗസ്ഥ വൃന്ദവും ഒന്നും ചെയ്യേണ്ട. സെക്രട്ടേറിയറ്റിൽ നിന്ന് പുറത്തിറങ്ങുക. അതിന് പുറകുവശത്തൊരു സെൻട്രൽ സ്റ്റേഡിയമുണ്ട്, അതിന് പുറകിലൊരു പ്രസ് ക്ലബ്ബുണ്ട്. പ്രസ് ക്ലബിൻ്റെ പരിസരത്തു കൂടി ഒന്ന് നടക്കുക. അതിനടുത്തൊരു ക്യാൻറ്റീനുണ്ട്. ആ പരിസരത്തൊക്കെ ഈ സമയത്ത് പോയാൽ കാണാം. ഇതാരെങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. എത്ര അമ്മമാരാണെന്നറിയുമോ അവിടെ ഒരു ചായയ്ക്കായി, ഒരു കാപ്പിക്കായി, മരുന്ന് വാങ്ങാൻ പൈസയ്ക്കായി സെക്രട്ടേറിയറ്റിൻ്റെ ചുറ്റും നിങ്ങൾ അതിദാരിദ്ര്യ വിമുക്തമാക്കിയോ, അതിന് തൊട്ട് താഴേക്ക് ഇറങ്ങി ദാരിദ്ര്യ വിമുക്തമാക്കിയോ. ആരുടെ കണ്ണിൽ പൊടിയിടാനാണ് ഈ പ്രഖ്യാപനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആളെ പരിഹസിക്കുന്നതറിയാം. ചില നാടകങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് കാലത്ത്, പ്രചാരണത്തിനായി പല വമ്പൻ പ്രഖ്യാപനങ്ങൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത് ജനങ്ങളെ പരിഹസിക്കുന്നതിന് തുല്യമല്ലേ? MS വീണ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. വീണ, പ്രായോഗിക തലത്തിൽ ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടത്താൻ കഴിയില്ല എന്ന് തന്നെയാണ് സാമ്പത്തിക വിദഗ്ധരടക്കം ചൂണ്ടിക്കാട്ടുന്നത്. അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ നടത്താൻ കഴിയുന്ന ഒരു പ്രഖ്യാപനമല്ല കേരളം ദാരിദ്ര്യമുക്തമായിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട്. അതുമാത്രമല്ല, 64,006 കുടുംബങ്ങൾ അതിദരിദ്രർ എന്നൊരു കണക്ക് തന്നെ സർക്കാർ ആദ്യം വയ്ക്കുന്നു. ഇവരെ ഞങ്ങളിതാ രക്ഷിച്ചിരിക്കുന്നു എന്നും പറയുന്നു. ഇത് ഈ 64,006 കുടുംബങ്ങളെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് മാനദണ്ഡമാക്കിയത്? അല്ലെങ്കിൽ ഇത്തരം അതിദരിദ്രർ എന്നുള്ള മാനദണ്ഡത്തിലേക്ക് എത്തിയതും അത് ഉന്മൂലനം ചെയ്തു എന്ന് പറയുന്നതിൻ്റെയൊക്കെ മാനദണ്ഡങ്ങളും ഡേറ്റയും എന്താണ് എന്നുള്ളത് വിദഗ്ധർ ചോദിക്കുന്നുണ്ട്. അവിടെയൊന്നും ഉത്തരമില്ല. പകരം ഇതാ ഞങ്ങൾ മാറ്റിയിരിക്കുന്നു, അതിദരിദ്ര മുക്ത കേരളം എന്ന പ്രഖ്യാപനത്തിലേക്ക് കടന്നിരിക്കുന്നു എന്നു മാത്രമാണ് പറയുന്നത്. ഇതോട് പ്രതികരിച്ച സാമ്പത്തിക വിദഗ്ധർ ഉൾപ്പെടെയുള്ളവർ എന്തെല്ലാം കാര്യങ്ങളാണ് ജനം ടിവിയോട് പങ്കുവച്ചത്? വീണ. തീർച്ചയായും രോഹിണി, ഈ അതിദരിദ്ര പ്രഖ്യാപനത്തിനെതിരെ വലിയ വിമർശനങ്ങളാണ് ഉയരുന്നത്. അതായത് കൃത്യമായിട്ട് കണക്കുകൾ സർക്കാർ ബോധിപ്പിക്കുന്നില്ല എന്നുള്ളതാണ്. അന്ത്യോദയ അന്നയോജന പോലുള്ള പദ്ധതികൾ, അത് കേന്ദ്ര പദ്ധതികൾ കേരളത്തിൽ മാറ്റങ്ങൾ സൃഷ്ടിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. മോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഒരുപാട് പദ്ധതികൾ ഭാരതത്തിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നടപ്പാക്കുന്നത് പോലെ കേരളത്തിൽ നടപ്പാക്കി അതിൽ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വാസ്തവം തന്നെയാണ്. എന്നാൽ കേരളത്തിൽ പരിശോധിച്ചാൽ അതിന്റെ അളവുകൾ പൊതുജനങ്ങൾക്ക് കിട്ടുന്നത്, അതിന്റെ ഗുണഭോക്താക്കളുടെ എണ്ണം കുറവാണ്. ഈ സംസ്ഥാനത്ത് ഇത്തരം ഒരു അതിദരിദ്ര പ്രഖ്യാപനം, ഈ ഒരു പ്രഖ്യാപനം സർക്കാർ ഇന്ന് നടത്തുകയാണ്. നിയമസഭയിൽ ഇതുമായി ബന്ധപ്പെട്ട് 9 മണിക്ക് മുഖ്യമന്ത്രി ഇതുമായുള്ള പ്രഖ്യാപനം നടത്തും. തുടർന്ന് വൈകിട്ടാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഔദ്യോഗിക പരിപാടി. ഈ പരിപാടികൾ പുരോഗമിക്കുന്നതിനിടയിലാണ് കഴിഞ്ഞ ദിവസം ഈ ഒരു വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും വിമർശനങ്ങൾ ഉയരുന്നത്. സാമ്പത്തിക വിദഗ്ധരടക്കം സർക്കാരിനെതിരെ രൂക്ഷ വിമർശനങ്ങളുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. ഏറ്റവും എടുത്തു ചോദിക്കുന്ന ഒരു ചോദ്യം, ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, 2021 കണക്കുകൾ പ്രകാരം 6 ലക്ഷത്തോളമാണ് ഇത്തരത്തിൽ
അതിദാരിദ്ര്യരായിട്ടുള്ളത്. ഒരു നേരത്തെ ഭക്ഷണത്തിനായിട്ടും ഉറപ്പുള്ള വാസസ്ഥലം ഇല്ലാത്തതായിട്ടും അതുപോലെ തന്നെ സ്ഥിരമായിട്ടൊരു പാർപ്പിടമില്ലാത്തതും വരുമാനമില്ലാത്തതും 3 നേരം ഭക്ഷണം കഴിക്കാൻ കഴിയാത്ത മനുഷ്യർ ഇപ്പോഴും നമ്മുടെ ചുറ്റുപാടുമുണ്ട്. നേരത്തെ പ്രദീപ് പിള്ള അടക്കം സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മൾ തിരുവനന്തപുരം ജില്ലയടക്കം പരിശോധിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴും തെരുവിൽ അന്തി ഉറങ്ങുന്നവരുണ്ട്. ഒരു നേരത്തെ ഭക്ഷണത്തിനായി നമ്മുടെ മുമ്പിലടക്കം കൈനീട്ടുന്ന ഒരുപാട് സാധാരണക്കാരുണ്ട്. അത്തരം മനുഷ്യർ നമ്മുടെ മുമ്പിൽ ജീവിക്കുമ്പോൾ എങ്ങനെയാണ് ഇത് സർക്കാരിന് പ്രഖ്യാപിക്കാൻ ഇത്തരം ഒരു പ്രഖ്യാപനത്തെ നടത്താൻ സാധിക്കുക എന്നുള്ള ചോദ്യമാണ് ഉയരുന്നത്. സാമ്പത്തിക വിദഗ്ധ മേരി നമ്മളോട് കഴിഞ്ഞ ദിവസം ജനം ടിവിയോട് പ്രതികരിച്ചിരുന്നു. സാമ്പത്തിക വിദഗ്ധ മേരി ജോർജ് രൂക്ഷ വിമർശനങ്ങളാണ് ഈ ഒരു വിഷയത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് ഉന്നയിച്ചത്. എന്ത് അടിസ്ഥാനത്തിലാണ് സർക്കാർ ഇത്തരം ഒരു പ്രഖ്യാപനം നടത്തുന്നത്? ആരെയാണ് വിഡ്ഢിയാക്കാൻ നോക്കുന്നത്? അതായത് ഇപ്പോഴും സംസ്ഥാനത്ത് അതിദരിദ്രരുണ്ട് എന്നുള്ളത് ഏറ്റവും വലിയ ഉദാഹരണങ്ങൾ നിൽക്കുമ്പോൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? എങ്കിൽ അത്തരമൊരു പഠനം നടത്തിയിട്ടുണ്ടെങ്കിൽ അതിന്റെ റിപ്പോർട്ട് വ്യക്തമാക്കണം എന്നുള്ളതാണ്. 2021 6 ലക്ഷത്തോളമായിരുന്നു. അതെങ്ങനെ 64,000-ഓളം എത്തി? അതെങ്ങനെ 64,000-ഓളമായി ചുരുങ്ങി? അവരുടെ സ്ഥിതി എന്താണ്? മാത്രമല്ല ഈ റേഷൻ കാർഡ് ഏറ്റവും പ്രധാനപ്പെട്ട മാനദണ്ഡമാണ് സംസ്ഥാനത്ത്. അതായത് ദാരിദ്ര്യരേഖ അളക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായി കൂട്ടുന്നത് റേഷൻ കാർഡാണ്. ഈ റേഷൻ കാർഡ് ഇപ്പോഴും നമ്മുടെ നാട്ടിൽ നോക്കിയാൽ ലക്ഷോപലക്ഷം ആൾക്കാർക്കുള്ളത് മഞ്ഞക്കാർഡ് ഉടമകളാണ്. മഞ്ഞക്കാർഡ് ഉടമകൾക്ക് ഈ കേന്ദ്രത്തിൽ നിന്നും അടക്കം ഭക്ഷ്യധാന്യങ്ങൾ 3 രൂപയ്ക്കും 2 രൂപയ്ക്കും ഒക്കെ കിട്ടുന്നുണ്ട്. അരിയും ഗോതമ്പും അടക്കമുള്ള വസ്തുക്കളുടെ ഈ ഭക്ഷ്യധാന്യങ്ങൾ ഇത്തരത്തിലുള്ള സർക്കാരിന്റെ പ്രഖ്യാപനം കാരണം അവരുടെ അവസ്ഥ മോശമാകും. മാത്രമല്ല അവരുടെ ജീവിത നിലവാരം ഉയർത്താൻ സർക്കാരിന് സാധിച്ചു. എന്ത് മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണ്, എന്ത് ഡേറ്റയുടെ അടിസ്ഥാനത്തിലാണ്, എന്ത് കണക്കുകളുടെ അടിസ്ഥാനത്തിലാണ് സർക്കാർ ഇത്തരം ഒരു പ്രഖ്യാപനം നടത്തുന്നത്? അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ കഷ്ടപ്പെടുന്ന സാധാരണക്കാരുണ്ട്. അവരുടെ അടിസ്ഥാന വർഗത്തിന്റെ വരുമാനം, അവർ ആശാവർക്കർമാരുടെ, സംഘടിത തൊഴിലാളികളുടെ ദിവസ വേതനം എന്ന് പറയുന്നത് 233 രൂപ മാത്രമാണ്. ഇന്നത്തെ സാഹചര്യത്തിൽ എങ്ങനെയാണ് ഈ ഒരു സാഹചര്യത്തിൽ അവരുടെ സ്ഥിതി എന്താകും? ഇത്തരം ഒരു പ്രഖ്യാപനം നടത്തുമ്പോൾ പലതരത്തിലുള്ള പദ്ധതികൾ, അത് പലതരത്തിലുള്ള ആനുകൂല്യങ്ങൾ സംസ്ഥാനത്തിന് അത് നഷ്ടമാകാൻ കാരണമാകും. സർക്കാർ കണ്ണടച്ച് ഇരുട്ടാക്കുവാനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത്. ഇത്തരം പ്രഖ്യാപനം കേരളത്തെ ദോഷത്തിൽ കൊണ്ടെത്തിക്കുമെന്ന് എടുത്തു പറയുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട വാസ്തവമാണ് ഈ സർക്കാരിന്റെ ദൂർത്ത് പലതരത്തിലുള്ള പരിപാടികൾക്കായിട്ട് സർക്കാർ ദൂർത്ത് നടത്തുന്ന വാർത്തകളൊക്കെ ജനം ടി വി അടക്കം. വീണ, മറ്റൊരു കാര്യം ഒന്ന് ചോദിക്കട്ടെ. ഈ ചടങ്ങിലും ഇത് പിണറായി സർക്കാർ CPM-ന്റെ ഇടതുമുന്നണിയുടെ ഒരു പ്രഖ്യാപിത നയമാണ്. വ്യക്തി അധിഷ്ഠിതമായ കാര്യങ്ങൾ പാടില്ല, വ്യക്തിപൂജ പാടില്ല. വ്യക്തിപൂജ നടത്തി എന്ന് പറഞ്ഞ് പാവം P. ജയരാജനെ വല്ലാണ്ട് വേട്ടയാടി. P. ജയരാജനെ സ്തുതിച്ചു എന്ന് പറഞ്ഞ് ജയരാജൻ്റെ ആർമിക്ക് അപ്രഖ്യാപിത നിരോധനം ഏർപ്പെടുത്തി. അതിനുശേഷം പിണറായി സർക്കാർ എന്ന് വിശേഷിപ്പിക്കാൻ ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടായില്ല. ഒന്നാം പിണറായി സർക്കാർ, രണ്ടാം പിണറായി സർക്കാർ. ശരി, ഇപ്പോൾ ഇത് പിണറായി സർക്കാർ എന്നുള്ളത് മാറിയിട്ട് PR സർക്കാരായി മാറുകയാണോ എന്നുള്ളൊരു ചോദ്യം ഉയരുന്നു. ഇന്നും അതിദാരിദ്ര്യം പടിക്ക് പുറത്തുനിന്ന് പ്രഖ്യാപിക്കാൻ കൂട്ടുമ്പോഴും മോഹൻലാലിനെയും മമ്മൂട്ടിയെയും കമൽഹാസനെയും ഒക്കെ ഒപ്പം കൂട്ടുകയാണ്. രണ്ട് വശത്തും മഹാനടന്മാരെ, മലയാളികളുടെ പ്രിയപ്പെട്ട താരങ്ങളെ അണിനിരത്തി നിന്ന് കഴിഞ്ഞാൽ ഈ സർക്കാരിൻ്റെ വീഴ്ചകൾ, തുടർച്ചയായി നടത്തിയ ജനദ്രോഹ നയങ്ങൾ, കൊള്ള, കവർച്ച, അഴിമതി, ഇതൊക്കെ ആ പ്രഭയിൽ മാഞ്ഞു പോകുമെന്നുള്ളൊരു മിഥ്യാധാരണയിലാണോ മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ ഉപദേശകരും? ആരുടെ കണ്ണിൽ പൊടിയിടാനാണ് നോക്കുന്നത്? താരശോഭയിൽ, താരപ്രഭയിൽ മറയ്ക്കാൻ കഴിയുന്നതാണോ വീഴ്ചകളും അഴിമതിയും കടുകാര്യസ്ഥതയും? വീണ. തീർച്ചയായും പ്രദീപുള്ള ഈ താരങ്ങളെ മുൻനിർത്തിക്കൊണ്ട് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുക, ഒപ്പം തന്നെ ഇരുട്ടിൽ നിർത്തുക, ഈ ഒരു ലക്ഷ്യങ്ങൾ തന്നെയാണ് സർക്കാരിന്റെ ഈ പരിപാടി കൊണ്ട്, വൈകിട്ട് നടക്കുന്ന ഈ പരിപാടി കൊണ്ട് ലക്ഷ്യം വെക്കുന്നത്. മഹാനടന്മാരെ, മലയാളികൾക്ക് ഏറെ ഇഷ്ടമുള്ള താരപ്രഭയിലായി നടന്മാരെ കൊണ്ടെത്തിക്കുന്നത്. ഈ താരങ്ങളെ കൊണ്ടെത്തിക്കുമ്പോൾ മലയാളികൾ എല്ലാം മറക്കും. നിരവധി ആൾക്കാർ അവിടെ എത്തും, താരങ്ങളെ കാണുമെന്നുള്ള ആഗ്രഹത്തോട് എത്തും. ഈ പരിപാടിക്ക് വലിയ തരത്തിലുള്ള വിജയമായെന്ന് സർക്കാരിന് പ്രഖ്യാപിക്കുവാനും സാധിക്കും. പലതവണ നമ്മൾ മുൻപ് അത്തരത്തിലുള്ള സംഭവങ്ങൾ കണ്ടിട്ടുള്ളതുമാണ്. പലതരത്തിലുള്ള പരിപാടികൾ സർക്കാർ നടത്തുന്നത് പരാജയമായാലും അത് വിജയിച്ചു എന്നുള്ള വീമ്പ് പറച്ചിലും പ്രഖ്യാപനവുമായി പിന്നാലെ മുഖ്യമന്ത്രി അടക്കം പാർട്ടി നേതാക്കളടക്കം രംഗത്തെത്തുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഇത്തരത്തിൽ കൃത്യമായ ഒരു PR വർക്കിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇത്തരം ഒരു പ്രഖ്യാപനം നടത്തുന്നത്. അതിൽ താരങ്ങളെ കൊണ്ടുവരുന്നു. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ഖജനാവിൽ പണമില്ല, പലതരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. കോടികൾ മുടക്കി പലതരത്തിലുള്ള പരിപാടികൾ നടത്തുന്നു എന്നുള്ളത്. ഇപ്പോൾ അതിദാരിദ്ര്യമുക്ത പരിപാടി നടത്തുന്നു, അതിന് തന്നെ കുറെ കോടികൾ ഖജനാവിൽ നിന്ന് മുടക്കാൻ പോകുന്നു. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക സ്ഥിതി, കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി വളരെ മോശം അവസ്ഥയിൽ കൂടി
കൂടിയാണ് ഇപ്പോൾ നിലവിൽ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ സ്ഥിതിയിൽ ഇതുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ ഒരു പരിപാടി നടത്തുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് കേരളത്തിന്റെ ധനസ്ഥിതി കൂടുതൽ മോശമാകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ മേരി ജോർജ് അടക്കം പറയുന്ന വ്യക്തമായ കാരണങ്ങളുണ്ട്. സാമ്പത്തിക വിദഗ്ധ അടക്കം ചൂണ്ടിക്കാട്ടുന്ന വ്യക്തമായ വിവരങ്ങളുണ്ട്. അതായത് ഏത് സർക്കാർ ഇനി തൊട്ട് അടുത്ത തിരഞ്ഞെടുപ്പ് വരികയാണ്. ഈ തിരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് സർക്കാർ ഇത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങളൊക്കെ നടത്തുന്നത്. ഈ പ്രഖ്യാപനങ്ങളൊക്കെ നടത്തുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് വോട്ട് രാഷ്ട്രീയം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് സർക്കാർ ഇത്തരം ഒരു പ്രഖ്യാപനം നടത്തുന്നത്. ആ പ്രഖ്യാപനത്തിൽ ആരും വീഴരുതെന്ന് പറയുന്നുണ്ട്. ഇത്തരമൊരു പ്രഖ്യാപനത്തിലൂടെ മറ്റൊരു പറയുന്ന കാര്യം, ഈ ആരിനി അടുത്ത ഭരണത്തിൽ വന്നാലും ഈ അടുത്ത കാലത്തൊന്നും കേരളത്തിന്റെ ഈ ധനസ്ഥിതി, ഈ ധനപ്രതിസന്ധിയിൽ നിന്ന് കേരളത്തെ കരകയറ്റാൻ കഴിയില്ല. അതിന് കൃത്യമായിട്ടുള്ള ഒരു പഠനം വേണം, കൃത്യമായിട്ടൊരു പ്ലാനിംഗ് വേണം, കൃത്യമായിട്ടൊരു ചിട്ട വേണം എന്നുള്ള വിവരങ്ങൾ തന്നെയാണ് സാമ്പത്തിക വിദഗ്ധരടക്കം, ഈ മേഖലയിലെ വിദഗ്ധരടക്കം ചൂണ്ടിക്കാട്ടുന്നതിൽ. ഏറ്റവും അതിലെ എടുത്തു പറയേണ്ട മറ്റൊരു സവിശേഷത, ഇടതുപക്ഷ അനുകൂലികളായിട്ടുള്ള ഇടതുപക്ഷ ചിന്താഗതികളുള്ള സാമ്പത്തിക വിദഗ്ധരടക്കം സർക്കാരിന്റെ ഈ പ്രഖ്യാപനത്തിന് എതിരായി രംഗത്തെത്തുന്നുണ്ട്. അവർ കടുത്ത വിമർശനമാണ് ഉന്നയിക്കുന്നത്. ഇത്തരത്തിലുള്ള ഒരു പ്രഖ്യാപനം കേരളത്തെ കൂടുതൽ ദോഷത്തിലെത്തിക്കും, കേരളത്തിൽ സമാനതകളില്ലാത്ത പ്രതിസന്ധിയിലേക്ക് എത്തിക്കും, കേരളത്തെ സമാനതകളില്ലാത്ത പടുകുഴിയിലേക്ക് കൊണ്ടെത്തിക്കും. ഇത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ തീർത്തും ഈ രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുള്ളതാണ്. ഇതിന് പിന്നിൽ ചില ലക്ഷ്യങ്ങളുണ്ട്. തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ അത് മുന്നിൽ കണ്ടുകൊണ്ടുള്ള വോട്ട് പിടിക്കുവാനുള്ള വോട്ട് രാഷ്ട്രീയത്തിന്റെ ലക്ഷ്യമാണെന്നടക്കമുള്ള വിമർശനങ്ങളാണ് ഉയരുന്നത്. പക്ഷെ ഇതുമായി ബന്ധപ്പെട്ട് ഈ പരിപാടികൾക്കൊക്കെ ഇത്രയും ഒരുക്കങ്ങൾ നടക്കുമ്പോൾ അത് പൊതുജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അടിസ്ഥാന വർഗത്തിൽ നിന്ന് ഇത്തരം ഒരു പഠനം നടത്തേണ്ടതുണ്ട്. അതായത് വീടുകൾ കേന്ദ്രീകരിച്ച് അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെട്ടോ, അവർക്ക് വീട് മെച്ചപ്പെട്ടോ, അതുമായി ബന്ധപ്പെട്ടുള്ള പഠനങ്ങൾ കൃത്യമായി നടത്തിയോ. സംസ്ഥാനത്ത് ഇപ്പോഴും അറിയാം, സുരക്ഷിതമായൊരു കിടപ്പാടമില്ലാത്ത എത്രയോ മനുഷ്യരുണ്ട്. വനവാസ മേഖലയിലടക്കം വലിയ തരത്തിൽ വനവാസികളും അടക്കമുള്ളവർ ഇപ്പോഴും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ട്. 3 നേരം ഭക്ഷണം കഴിക്കാൻ കഴിയാത്ത എത്രയോ മനുഷ്യർ നമ്മുടെ ചുറ്റും ഇപ്പോഴുമുണ്ട്. ആ മനുഷ്യരെ കുറിച്ച് സർക്കാർ ചിന്തിച്ചു എന്നുള്ള ചോദ്യങ്ങളടക്കം ഉയരുന്നുണ്ട്. ഏറ്റവും എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ഈ തൊഴിലില്ലായ്മ വലിയ രൂക്ഷമാകുന്ന സംസ്ഥാനം കൂടിയാണ് കേരളം. നിരവധി പേർ, അതായത് അഭ്യസ്ത വിദ്യരായിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്കടക്കം തൊഴിൽ കിട്ടാൻ ഒരു സാഹചര്യമുണ്ട്. PSCയിലടക്കം നിയമനം വൈകുന്ന ഒരു സാഹചര്യമുണ്ട്. പിന്നെ അത് ഏറ്റവും എടുത്തു പറയേണ്ട ആരോഗ്യരംഗത്തെയാണ്. ആരോഗ്യരംഗത്തടക്കം നിരവധി ജീവൻ സുരക്ഷാ പദ്ധതികളടക്കം നടപ്പാക്കുന്നുവെന്നും കാരുണ്യ അടക്കമുള്ള പദ്ധതികളിൽ ഉണ്ടാകുന്ന പാളിച്ചകൾ, ഒപ്പം തന്നെ ശസ്ത്രക്രിയയിലൊക്കെ ഉണ്ടാകുന്ന ഇത്തരം ഒരു ബുദ്ധിമുട്ടുകൾ, എല്ലാ തരത്തിലും ജനങ്ങളുടെ ജീവിതം ഉയർന്നു എന്ന് കാണിക്കുന്ന തരത്തിലാണ് ഇത്തരം ഒരു പ്രഖ്യാപനം ഉണ്ടാകുന്നത്. അതായത് കേരളീയർക്ക്, അതായത് മലയാളികൾക്ക് ഒരു തരത്തിലുമുള്ള ബുദ്ധിമുട്ടില്ല. അവർ എല്ലാ തരത്തിലും ജീവിത സാഹചര്യമായാലും ആരോഗ്യമായാലും ഭക്ഷണമായാലും തൊഴിലായാലും സാമ്പത്തികമായാലും എല്ലാ തരത്തിലും അവർ ഉന്നമനത്തിൽ എത്തി എന്നുള്ള പ്രഖ്യാപനമാണ് സർക്കാർ നടത്താൻ പോകുന്നത്. വാസ്തവത്തിൽ കേരളത്തിന്റെ അവസ്ഥ അതല്ല എന്നുള്ള പച്ചയായ യാഥാർത്ഥ്യം ഓരോ സാധാരണക്കാരനും അറിയാം. കേന്ദ്ര സർക്കാർ അടക്കം നടപ്പാക്കുന്ന പദ്ധതികളിൽ വലിയ ഗുണങ്ങളാണ് പൊതുജനങ്ങൾക്ക് കിട്ടുന്നത്. അതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത ചൂണ്ടിക്കാട്ടാനുള്ളത്. എന്തെങ്കിലുമൊക്കെ മേനി നടിക്കുന്നുവെങ്കിൽ, എന്തെങ്കിലുമൊക്കെ അവകാശവാദങ്ങൾ നടത്തുന്നുവെങ്കിൽ കേന്ദ്രാവിഷ്കൃത പദ്ധതിയുടെ പുറംചട്ടയൊന്ന് മാറ്റിയിട്ട് അവിടെ പിണറായിയുടെ ഫോട്ടോ ഒട്ടിച്ച് കഴിഞ്ഞാൽ അത് സംസ്ഥാനത്തിൻ്റെ പദ്ധതിയാകുമോ? ഇക്കാര്യം കൂടി തുറന്ന് കാട്ടപ്പെടുകയാണ് ഈ വേളയിൽ.